ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. HCF ആൻഡ് LCMന്റെ ക്ലാസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. CHSL 2024 വേണ്ടിയുള്ള ക്രാഷ് കോഴ്സിന്റെ മാത്സിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. മാത്സിന്റെ ഡേ 3 ആണ്. ബാക്കി ക്ലാസ്സുകൾ അതിനനുസരിച്ച് ബാക്കി സബ്ജക്റ്റിന്റെ എല്ലാം ഷെഡ്യൂൾ വൈസ് പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് മുന്നത്തെ 2 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സിംപ്ലിഫിക്കേഷനും പിന്നെ നമ്പർ സിസ്റ്റവും. ആ 2 ക്ലാസ്സുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുറച്ച് കമന്റ് കണ്ടു, ഒരുപാട് സ്പീഡാണ്, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ ക്ലാസ് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ മെത്തേഡ്സ്, അടിപൊളി മെത്തേഡ്സ് വരുമ്പോൾ, നല്ല മെത്തേഡ്സ് പറയുമ്പോൾ സ്പീഡിൽ സംസാരിക്കുന്നതാണ്. ഓക്കെ, അത് ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യാം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു ക്രാഷ് കോഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഞാൻ SSC GD യുടെ 2022 പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിനകത്ത് 17 മാത്സിന്റെ ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും പ്ലേലിസ്റ്റ് കിട്ടുന്നില്ലാന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക, അതിൽ ഞാൻ പറയാം. അല്ലെങ്കിൽ ഇതിന്റെ കമന്റ് ആയിട്ട് തന്നെ ഞാനൊരു ഇട്ടേക്കാം. ഓക്കെ, പിന്നെ HCF LCMന്റെ ക്ലാസ്സുകളും പ്രീവിയസ് ക്ലാസ്സുകളും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇതിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. എല്ലാവരും ഈ ഒരു നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് മാത്സിന്റെ തന്നെ എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് ആയിട്ട് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അതായത് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാവരും നന്നായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങളുടെ എക്സാമിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. CHSL എന്ന പോലെ അടുത്ത വരാനിരിക്കുന്ന CGL-നും റെയിൽവേയുടെ എക്സാംസിനെല്ലാം ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇത് ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ്. പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഡെമോ ക്ലാസ്സുകൾ കണ്ട് എല്ലാത്തിൻ്റെയും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നന്നായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു തുടങ്ങിക്കോളുക. അടുത്തത് നമ്മുടെ CHSL-ന്റെ ഇപ്പൊ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചാപ്റ്ററിനെ ഒരിക്കലും നമുക്ക് അരമണിക്കൂറിലോ 40 മിനിറ്റിലോ തീർക്കാൻ പറ്റില്ല കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് സെക്ഷൻസ് വേണം, കംപ്ലീറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ വേണം, നന്നായിട്ട് പോകണം എന്നുള്ളവർക്ക് ഇത് നോക്കാവുന്നതാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഡെമോ ക്ലാസ്സുകൾ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതനുസരിച്ച് എല്ലാ സബ്ജക്റ്റും അവൈലബിൾ ആണ്. നിങ്ങൾക്കത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബാക്കി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഞാൻ അധികം സ്പീഡിൽ, എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സ്പീഡ് എല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഞാൻ അധികം സ്പീഡിൽ ഞാൻ ഇനി പോകുന്നില്ല. ഇപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഒരുപാട് സ്പീഡാണ്, ഒട്ടും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവർക്ക് ഒരു ചാൻസ് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഒരുപാട് സ്പീഡിൽ പോകുന്നില്ല, എന്നാൽ ഒരുപാട് പതുക്കെ പോകുന്നില്ല. നിങ്ങൾക്ക് ഇതിന്റെ സ്പീഡ് ഓക്കെ ആണോ എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് ക്യാൻ എക്സാക്ട്ലി ഡിവൈഡ് 1560 ആൻഡ് 2040 ഈസ് എക്സ് ആണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 121 - x? അപ്പോൾ ഞാൻ സ്പീഡായി പോകുന്നതിന്റെ കാരണം ഞാൻ ആദ്യമേ ഇതിന്റെ എക്സാം മെത്തേഡ് അങ്ങ് പറയും. അപ്പൊ എക്സാം മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. പിന്നെ അതിന്റെ ബേസിക് മെത്തേഡ് സ്പീഡിലായി പോകുന്നതാണ്. അപ്പൊ ഇനി മുതൽ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു ചെയ്യാം. അതായത് ആദ്യം ഞാൻ ബേസിക് മെത്തേഡ് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, എക്സാമിന് നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ പറയുന്നത് ഗ്രേറ്റസ്റ്റ് നമ്പർ, നിങ്ങൾക്ക് ആ ഒരു LCM എന്താണ്, HCF എന്താണെന്നുള്ളൊരു ഐഡിയ വേണം. ഓക്കെ, ഐഡിയ നമ്മുടെ ക്ലാസ്സുകളിലുണ്ട്. ഇതിലൂടെയും ഞാൻ നിങ്ങൾക്ക് ഐഡിയ തരാം. നിങ്ങൾ എത്രത്തോളം എൻ്റെ ക്ലാസ്സുകൾ കാണുന്നു അത്രത്തോളം ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും അതിനകത്ത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അത് ഞാൻ ഉറപ്പ് തരാം. അപ്പൊ ഗ്രേറ്റസ്റ്റ് നമ്പർ 1560-നെയും 2040-നെയും ഡിവൈഡ് ചെയ്യുന്ന, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, രണ്ടിലും കോമൺ ആയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് നമ്പർ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലെങ്കിൽ HCF എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1560-ന്റെയും 2040-ന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. അതിനെയാണ് ഇവിടെ തന്നിരിക്കുന്നത് എക്സ് എന്ന്. അപ്പൊ 1560-ന്റെയും 2040-ന്റെയും HCF എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഏറ്റവും സിമ്പിൾ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിന്റെ ഡിഫറൻസ് എടുക്കുക. തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുക. എത്രയാണ് ഡിഫറൻസ് വരുന്നത്? 1560-ന്റെ കൂടെ 40 കൂട്ടിയാൽ 1600 ആവും. കാൽക്കുലേഷൻ ഡെയിലി ചെയ്യുക. അപ്പൊ എനിക്ക് ഈ ഇടയ്ക്ക് ഒരു മെസ്സേജ് കിട്ടി, ഇത്രയും കാൽക്കുലേഷന്റെ ആവശ്യമുണ്ടോ, കാൽക്കുലേഷൻ കിട്ടാത്തവര് ഈ ഒരു എക്സാം പാസ്സാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് കിട്ടി. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, പഴയ കാലത്ത് നമ്മൾ ബുക്ക് നോക്കി പഠിച്ച ഒരു കാലമല്ല. ഇപ്പം എല്ലാവർക്കും എല്ലാ ടൈപ്പിലുള്ള കണ്ടന്റും അവൈലബിൾ ആണ്. പഠിച്ചാൽ മാത്രം മതി. അപ്പൊ അവിടെ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ളവരിൽ നിന്നും 1 സെക്കൻഡെങ്കിലും നിങ്ങൾക്ക് ലാഭിക്കാനായാൽ അത് നിങ്ങളുടെ ജോലി സാധ്യത ഇരട്ടിപ്പിക്കത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ജോലി സാധ്യത വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഒരിക്കലും എത്രത്തോളം നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റും എന്ന് നോക്കുക. ഇപ്പൊ ഡെയിലി ആ മാത്സിന്റെ എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നത്, അപ്പൊ അത് ഞാൻ
ഡൂമേ മാക്സ് എന്ന് പറഞ്ഞ ചാനലിൽ ലീൻ സാറിന്റെ ക്ലാസ് കണ്ട് അതിലെ പുള്ളി പറഞ്ഞിട്ടുള്ള ആ സാറ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ 2-2.5-3 വർഷത്തോളം ഞാൻ ചെയ്തു. എനിക്ക് അതിന്റെ റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്ന എന്റെ കാൽക്കുലേഷൻ സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്കും കിട്ടാൻ വേണ്ടിയാണ് ഞാൻ എന്റെ ക്ലാസ്സുകളിൽ എപ്പോഴും പറയുന്നത് അത് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ അത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് പറയും. അപ്പൊ അത് ചെയ്യുക. നിങ്ങൾ ഒരു 30 മിനിറ്റ് കൊടുത്താൽ മതി. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റും അത് ചെയ്യുക. ഡെയിലി ആ പ്രോസസ്സ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എക്സാം അത് നിങ്ങൾ ഇമ്പ്രൂവ് ആയി വരുന്നത് നിങ്ങൾ പോലും അറിയാതെ ഇമ്പ്രൂവ് ആയിക്കോളും. അപ്പൊ എക്സാമിന് നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആവും. നിങ്ങൾ മാത്സ് പഠിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സ്പീഡിൽ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ ആ ഒരു നമ്പേഴ്സിന്റെ പരിചയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 1560 കൂടെ 40 കൂട്ടുമ്പോൾ 1600, പിന്നെ 400 കൂട്ടുമ്പോൾ 2000 ആയി, 440 ആയി, പിന്നെ 40, അതായത് 480 ആണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഡിഫറൻസ് എടുക്കുന്നത്. ചെറുതിൽ നിന്നും വലുതിലോട്ട് കൂട്ടിപ്പോകും. അപ്പൊ 400 ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? ഈ 480 ഇതിനെയും ഡിവൈഡ് ചെയ്ത് നോക്കണം. ഒരിക്കലും 48ന്റെ മൾട്ടിപ്പിൾ അല്ല 156. അപ്പൊ എന്തല്ല 450 അല്ല നമ്മുടെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ. 480 ആ ഡിഫറൻസോ അല്ലെങ്കിൽ ആ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾസോ ആയിരിക്കും നമ്മുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. അതാണ് HCF കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. ഇനി നമുക്ക് 2 × 240 എന്ന് പറയാം. ഞാൻ ഇനി സ്പീഡ് കുറച്ചാണ് പറയുന്നത്. പഴയ ഇതായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇതെല്ലാം പറഞ്ഞേനെ. ഞാൻ ഒരിക്കലും കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് പോയേനെ. ഇത് കുറച്ച് സ്പീഡിൽ പറഞ്ഞേനെ, സ്പീഡിൽ ചെയ്തേനെ. പക്ഷെ അത് ഒരുപാട് പേർക്ക് പ്രയാസമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറയും. ആ ഒരു ഫിക്സഡ് ടൈം നമുക്കൊരു 40 മിനിറ്റ് ഒക്കെയാണ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് തരുന്നതിൽ ഒരു എന്തുണ്ട് ലിമിറ്റേഷൻ ഉണ്ട്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇവര് അക്കാഡമി നടത്തുന്നതിനുള്ള ചിലവുകൾ അതൊക്കെ ഉണ്ട്. അപ്പൊ അതെന്ത് ചെയ്യണം? നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് നല്ല അത്യാവശ്യം അവറേജ് സ്പീഡിൽ പോകാം, അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ പോകാം. എങ്ങനെ വേണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് പറയാം. ഇപ്പൊ 2 × 240 ചെയ്തു. ഇനി എന്ത് ചെയ്യണം? 240 ഇതിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കും. അതിൽ മാറ്റിയതിൽ ഫാക്ടറൈസ് ചെയ്തതിൽ വലിയ നമ്പർ ഹയസ്റ്റ് കോമൺ ആണ് വേണ്ടത്. അപ്പം ആ നമ്പർ ഇതിന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കണം. 240 ഇതിന്റെ മൾട്ടിപ്പിൾ ആണോ? 0 ഉണ്ടായത് കൊണ്ട് 24 ചെക്ക് ചെയ്താൽ മതി. 24 156 മൾട്ടിപ്പിൾ ആണോ? അല്ല. 24 × 6 140 അല്ല. ഇതൊക്കെ അറിയണമെങ്കിൽ മാത്സിന്റെ എക്സസൈസ് ചെയ്താലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് ടൈം എന്ത് ചെയ്യും? കൺവെൻഷണൽ മെത്തേഡിൽ ഒരുപാട് ടൈം വേസ്റ്റ് ആവും. ഇതാണ് ഒരു കാൽക്കുലേഷൻ സ്പീഡുള്ള ഒരാളും അല്ലാത്ത ഒരാളും തമ്മിലുള്ള മെയിൻ വ്യത്യാസം. 240 അല്ല. ഇനി എന്ത് ചെയ്യണം? ഇനി 2 ഇൻറ്റു ചെയ്തു. ഇനി അടുത്ത ഫാക്ടർ 3 ഇൻറ്റു ചെയ്യണം. 3 ഇൻറ്റു ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. 160. ഇനി 160ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കണം. 156 ഒരിക്കലും 160ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, ഇതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. എവിടെയെങ്കിലും ചെക്ക് ചെയ്താൽ മതി. ഒരിക്കലും 16ന്റെ മൾട്ടിപ്പിൾ 16 × 10 ആണ് 160. ഇപ്പൊ എന്തല്ല 156 മൾട്ടിപ്പിൾ അല്ല. പിന്നെ എന്ത് ചെയ്യണം? 4 ഇൻറ്റു ഇതൊക്കെ മൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ എഴുതി തരുന്നത് മൈൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ 4 × 120 വരും. ഇനി 120 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൾട്ടിപ്പിൾ ആണോ? അതെ. 12 എന്ന് പറഞ്ഞാൽ 12 × 13 ആണ് 156. 12ന്റെ മൾട്ടിപ്പിൾ ആണോ 204? അതെ. 20-നകത്ത് 12 ഒരു വട്ടം, ബാക്കി 8. 84 12-നകത്ത് 7 വട്ടം. 12 × 7 ആണ് 84. അപ്പൊ നമുക്ക് പറയാം ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണ്? 120 ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും HCF എങ്ങനെയാണ്? HCF എന്ന് പറഞ്ഞാൽ 120 ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ HCF കണ്ടുപിടിക്കുന്നത്. ഓക്കെ, HCF ഇങ്ങനെ വേഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, കാൽക്കുലേഷൻ സ്പീഡ് വേണം. ഓക്കെ, അപ്പൊ 120 ആണ് എന്തെന്ന് പറയുന്നത് ഈ എക്സിന്റെ വാല്യൂ. അപ്പൊ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് 121 - x എന്ന് പറഞ്ഞാൽ 121 - 120 1 നമുക്ക് ഈസി ആയിട്ട് ആൻസർ മാർക്ക് ചെയ്ത് പോവാം. ഓക്കെ, ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇതും പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് ദ LCM ഓഫ് ദ ഫസ്റ്റ് 110 നാച്ചുറൽ നമ്പേഴ്സ് ഈസ് n, then find the LCM ഓഫ് ഫസ്റ്റ് 115 നാച്ചുറൽ നമ്പേഴ്സ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങളൊന്ന് വായിച്ചൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് നോക്കേ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കേ. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? LCM ഓഫ് ഫസ്റ്റ് 110 നാച്ചുറൽ നമ്പേഴ്സ് n ആണ്. ഇപ്പൊ n എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ 110 നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? നമ്മുടെ എണ്ണൽ സംഖ്യകൾ 1, 2, 3, 4 അങ്ങനെ 110 വരെയുള്ള നമ്പേഴ്സിന്റെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതെന്ന് പറഞ്ഞാൽ ഈ എന്നിനകത്ത് എന്തൊക്കെ കാണും? ഈ 1 മുതൽ 110 വരെയുള്ള ഏതൊക്കെ വാല്യൂസ് ഉണ്ടോ അതെല്ലാ വാല്യൂസും ഒരു വട്ടമെങ്കിലും കാണും. അതായത് n എന്ന് പറഞ്ഞാൽ 1ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, 2ന്റെ ആയിരിക്കും, 3ന്റെ ആയിരിക്കും, 10ന്റെ ആയിരിക്കും, 15ന്റെ ആയിരിക്കും, 20ന്റെ ആയിരിക്കും, 30ന്റെ ആയിരിക്കും, 34ന്റെ ആയിരിക്കും, 110ന്റെ വരെ ആയിരിക്കും. അങ്ങനെയുള്ള തുടർച്ചയായ എല്ലാ നമ്പേഴ്സും എന്ത് കാണും? ഇതിൽ കാണും. അതിനാണ് നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM എന്ന് പറയുന്നത്.
മൾട്ടിപ്പിൾ ആണ്, എല്ലാം ഉണ്ടെങ്കിലേ പറ്റൂ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ, ഇത് നിങ്ങളെ പഠിപ്പിച്ച ആള് ബേസിക് ആയിട്ട് പഠിപ്പിച്ച, നിങ്ങൾ ബേസ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്, നമ്മുടെ ബേസ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. ആ ഐഡിയ നിങ്ങൾക്ക് നന്നായിട്ടുണ്ടെങ്കിൽ ദെൻ ഫൈൻഡ് ദ LCM ഓഫ്, ഇപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാത്സിലുണ്ട്, ഫൈൻഡ് ദ LCM ഓഫ് ഫസ്റ്റ് 115 നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പോൾ ഓൾറെഡി 1 മുതൽ 110 വരെയുള്ള നമ്പേഴ്സിന്റെ എല്ലാത്തിന്റെയും എക്സ്ട്രാ ആയിട്ട് വരുന്ന മൾട്ടിപ്പിളും വേണ്ടുന്ന മൾട്ടിപ്പിൾ എല്ലാം എവിടെ ഉണ്ട്? എന്നിലുണ്ട്. 1 മുതൽ 110 വരെയുള്ള എല്ലാ നമ്പേഴ്സും, പ്രൈം നമ്പേഴ്സും എല്ലാം ഈ എന്നിലുണ്ട്. നമുക്ക് വേണ്ടത് ഇനി എന്തുണ്ട്? ഫസ്റ്റ് 115 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നമ്പറുകൾ ഇൻക്ലൂഡ് ആവും? 111, 112, 113, 114, അതേപോലെ 115. അപ്പൊ ഇത്രയും നമ്പേഴ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ ഇവിടെ പുതിയ LCM എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 115 നാച്ചുറൽ നമ്പേഴ്സിന്റെയും LCM എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതെന്ത് വരും? 111 എന്ന് പറഞ്ഞാൽ 37 ഗുണം 3 ആണ്. ഇത് പ്രൈം നമ്പർ ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. 37 ഗുണം 3 എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടന്റ് നമ്പറാണ്. ഈ എന്നിനകത്ത് ഓൾറെഡി എന്തുണ്ട്? 37 കാണും, 3 കാണും. നമ്മൾ ഇനി പുതുതായിട്ട് ഒരു LCM കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ലീസ്റ്റ് കോമൺ ആണ് വേണ്ടത്. എന്നിനകത്ത് ഇല്ലാത്ത വാല്യൂ ആണ് ഇവിടെ വരുന്നതെങ്കിൽ അതുകൂടെ എന്ത് ചെയ്യേണ്ടി വരും? മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. എങ്കിലേ നമുക്ക് കോമൺ മൾട്ടിപ്പിൾ വരത്തുള്ളൂ. അപ്പൊ ആ ഐഡിയ ആണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ സഹായിക്കുന്നത്. 112 ഓൾറെഡി 56 ഗുണം 2 ഉണ്ട്. ഇപ്പം ഇവിടെ പ്രൈം നമ്പർ അല്ലാത്ത നമ്പേഴ്സ് നോക്കിയേ വേണ്ട കാര്യം, ഇതിനകത്ത് ഓൾറെഡി അതിന്റെ ഫാക്ടേഴ്സ് വന്നിട്ടുണ്ടായിരിക്കും. ഇതും വേണ്ട. 113 പ്രൈം നമ്പറാണ്. 113നെ വേറെ ഒന്നിന്റെയും, ഇത് 1 × 113 എന്നല്ലാതെ വേറൊരു നമ്പേഴ്സിന്റെയും മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ പുതിയ LCMനകത്ത് കോമൺ മൾട്ടിപ്പിളിൽ ആര് കാണും? 113 കാണും. 114 ഓൾറെഡി ഈവൻ നമ്പറാണ്, നോക്കേണ്ട ആവശ്യമില്ല. കാര്യം 57 ഗുണം 2 ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. 115 എന്താണ്? 5ന്റെ ഒക്കെ മൾട്ടിപ്പിൾ ആണ്, 23ന്റെ ഒക്കെ മൾട്ടിപ്പിൾ ആണ് ഓൾറെഡി ഇതിനകത്തുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? n × 113, അതായത് 113n, ഓപ്ഷൻ ബി ആൻസർ ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പേനയുടെ ആവശ്യമില്ല, പെൻ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നത്? n ഉണ്ട്, അപ്പൊ 115ന്റെ 110 വരെയുള്ള എല്ലാ കോമൺ മൾട്ടിപ്പിളും അതിലുണ്ട്. ഫസ്റ്റ് 115 നാച്ചുറൽ നമ്പേഴ്സ് ചോദിക്കുവാണെങ്കിൽ അതിന്റെ കൂടെ എക്സ്ട്രാ ആരൊക്കെ വരും? എക്സ്ട്രാ എന്തൊക്കെ പ്രൈം നമ്പർ ഉണ്ടോ? നിങ്ങൾക്ക് ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ 110 പകരം ചിലപ്പോൾ 120 എന്നായിരിക്കും തരുന്നത്. 125 വരെയുള്ള ചോദിച്ചാൽ 120നും 125നും ഇടയ്ക്കുള്ള പ്രൈം നമ്പർ ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ ഓൾറെഡി തന്നിരിക്കുന്ന LCM തന്നെ. പ്രൈം നമ്പർ ഒന്നും ഇല്ലെങ്കിൽ ഇപ്പൊ പ്രൈം നമ്പർ മാത്രം എന്ത് ചെയ്യുക? അതിന്റെ കൂടെ എക്സ്ട്രാ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പേന എടുക്കാതെ ചെയ്യേണ്ട ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2800 ആൻഡ് 756. അപ്പൊ ഈ ക്വസ്റ്റ്യന് ഞാൻ നിങ്ങൾക്ക് മെത്തേഡ് പറഞ്ഞു തന്നു. പക്ഷെ നമ്മുടെ എക്സാമിന് നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് ബാക്കിയുള്ളവരിൽ നിന്ന് എന്തായിരിക്കണം? ഡിഫറെന്റ് ആയിരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഏത് വഴിയായിരിക്കണം ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ഓപ്ഷൻ വഴിയായിരിക്കും ചെയ്യേണ്ടത്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ വഴി ചെയ്യാനത്? അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ വഴി ചെയ്യാനത്? കാര്യം ഇവിടെ 121 - x, എക്സിന്റെ വാല്യൂ കിട്ടിയാലും പിന്നെ എന്ത് വേണം? 121ൽ നിന്ന് അത് കുറയ്ക്കണം. അപ്പൊ ആ ഒരു ഇത് ഒഴിവാക്കാനാണ്. ഇത് ഞാൻ ചിലപ്പോൾ ഓപ്ഷൻ വഴി ചെയ്തേനെ. ആ ഒരു ഐഡിയ വെച്ചിട്ട് എക്സിന്റെ വാല്യൂ 120 വന്നാലേ ഇത് എത്ര വരത്തുള്ളൂ? 1 വരത്തുള്ളൂ. 120 ആണോ ഇതിന്റെ രണ്ടിന്റെ കോമൺ മൾട്ടിപ്പിൾ എന്ന് ഞാൻ ചെക്ക് ചെയ്യും. ഇനി 97 കോമൺ മൾട്ടിപ്പിൾ ആണോ നോക്കും. എക്സിന് 49 കൊടുത്തിട്ട് അത് കോമൺ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കും. 20 കൊടുത്തിട്ട് 101 കോമൺ ആണെന്ന് നോക്കും. അത് കാണുമ്പോൾ തന്നെ എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? ആ ഒരു മാത്സിന്റെ എക്സസൈസ് ചെയ്തുകൊണ്ടാണ്. അത് ഒരു വഴിയാണ്. പക്ഷെ അത് ഞാൻ ആദ്യത്തെ ഇതിൽ തന്നെ പറയാനത് നിങ്ങൾക്ക് ഇതിന്റെ മെത്തേഡ് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ എന്തില്ല, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ ഓപ്ഷൻ എല്ലാം ഡയറക്റ്റ് ആണ്. ഇപ്പൊ ഫൈൻഡ് ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് 2800 ആൻഡ് 756 എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ നോക്കുക. ഓപ്ഷനിൽ വലിയ വാല്യൂ എടുക്കുക. ഇത് 56, ഏറ്റവും വലുത് 56 ആണ്. 56ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കുക. 56 മൾട്ടിപ്പിൾ ആണെന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? 56 280 ആണ് ചെക്ക് ചെയ്യാൻ എളുപ്പം. 56 പിന്നെ ഒരു 0 കൂടെ കൊടുത്താൽ മതി. 56 ഗുണം 5, 56 ഗുണം 5 എന്ന് പറയുന്നത് എത്രയാണ്? 280 ആണ്. അതേ 56 756ന്റെ മൾട്ടിപ്പിൾ ആണ് നോക്കണം. 56 ഗുണം 56 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 756നെ 56 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു വട്ടം പോയി, ബാക്കി 19 വന്നു. 196, 196 56ന്റെ മൾട്ടിപ്പിൾ ആണോ ചെക്ക് ചെയ്യണം. എത്ര കൊണ്ട് ഗുണിച്ചാൽ? 56 ഗുണം 4 ഗുണിച്ചാൽ തന്നെ 227. 56 ഗുണം 3 168. ഇതൊക്കെ കാൽക്കുലേഷൻ സ്പീഡ് വേണം. ഞാനിത് നേരത്തെ സംസാരിച്ചു, സ്പീഡിൽ പറഞ്ഞു പോയിരുന്നു. നമ്മളിപ്പോൾ ഈ സമയത്ത് ഒരു 5 ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ. ഇപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നതുകൊണ്ട് ഇത്രയും ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ ആവുന്നേ ഉള്ളൂ. കുഴപ്പമില്ല, പ്രശ്നമില്ല. നിങ്ങൾ ക്വസ്റ്റ്യന്റെ എണ്ണം എന്ത് ചെയ്യും? ഇതാവും, കുഴപ്പമില്ല. മാക്സിമം ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എന്തല്ല, ഇത് 56ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇതൊക്കെ സ്പീഡിൽ ചെയ്യണമെങ്കിൽ ഡെയിലി എക്സസൈസ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത 28 2800ന്റെ മൾട്ടിപ്പിൾ ആണ്. 756ന്റെ ആണോ ചെക്ക് ചെയ്യാൻ 75/28. എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നത് എല്ലാം
പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കാണേണ്ട വീഡിയോസ് നിങ്ങൾ ആദ്യത്തെ ആ സീരീസ്, ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയും എന്തൊക്കെ നിങ്ങൾ ചെയ്യണം, ഏതൊക്കെ ക്ലാസ്സുകൾ കാണുമെന്ന്. അത് കൃത്യമായിട്ട് കാണും. അപ്പോൾ ഈ ഡിവിഷൻ ചെയ്യുന്നത് എല്ലാം ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നത്, പേന എടുക്കാതെ ചെയ്യുന്നത് ഞാൻ പറയുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന ഒരാളും നമ്മൾ അല്ലാതെ 756 ഡിവൈഡഡ് ബൈ 28, 2800 ഡിവൈഡഡ് ബൈ 56, ഇങ്ങനെ ഓരോന്നിനും ചെയ്യുന്ന ഒരാളും ഒരിക്കലും അവർക്ക് ഓപ്ഷൻ വഴി ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക, അതിന് സമയം കൊടുക്കുക, അത് നിങ്ങൾക്ക് സെറ്റ് ആയിക്കോളും. പുതിയ മെത്തേഡ് പഠിക്കുമ്പോൾ എപ്പോഴും പ്രയാസമായിരിക്കും. ഓക്കെ, അടുത്തത് 28 അല്ല, അടുത്ത വലുത് നോക്കും. അടുത്ത വലുത് 42ആണ്. 280നെ 42 ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് 14 ഉണ്ട്. 14 കൊണ്ട് കിട്ടുമ്പോൾ ഇത് 200ഉം ഇത് 3ഉം വരും. 200/3 കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ആവത്തില്ല. അപ്പൊ എന്തല്ല ഈ നമ്പർ ഒരിക്കലും 42 മൾട്ടിപ്പിൾ അല്ല, 280 അല്ലെങ്കിൽ 2800. അത് ചെക്ക് ചെയ്ത് കഴിയും. അടുത്തത് അതൊക്കെ മെത്തേഡ്സ് ആണ്. 28ഉം 42ഉം കാണുമ്പോൾ അതിൽ 14 ഉണ്ടെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സാധനമാണ്. അതിനാണ് ഡെയിലി എക്സസൈസ് എഴുതാൻ പറയുന്നത്. അടുത്ത വലിയ നമ്പർ 28. ഇതുകൊണ്ട് നമ്മൾ ഈ വലിയ നമ്പർ ചെക്ക് ചെയ്യുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ്. ചിലപ്പം 14ഉം എന്റെ ഫാക്ടർ ആയിരിക്കും, 28ഉം ആയിരിക്കാം. പക്ഷേ ഹയസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് വേണ്ടത്. ഓക്കെ, 28 ചെക്ക് ചെയ്യുമ്പോൾ 2800 മൾട്ടിപ്പിൾ ആണ്. ഇവിടെ 28 ചെക്ക് ചെയ്ത് നോക്കാം. 28 വരുമ്പോൾ 28 2 56 പിന്നെ 19 196. 196 എന്ന് പറയുമ്പോൾ 28 ഗുണം എത്രയാണ്? 7 അതെ, 28 ഗുണം 7. 28 മൾട്ടിപ്പിൾ വരുമെന്ന് ചെക്ക് ചെയ്യണം. യൂണിറ്റ് 6 വരണം. 140 56 എത്രയാണ്? 196. അപ്പൊ 28 എന്തെന്ന് പറയുന്നത് ഈ രണ്ട് നമ്പേഴ്സിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ ഇത് ആർക്കൊക്കെയാണ് ഇത് പറ്റുന്നത്? കാൽക്കുലേഷൻ സ്പീഡ് ഉള്ളവർക്ക്, മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ വേഗത്തിൽ ചെയ്യാം. അല്ലാത്തവർ ഇതിന്റെ വലിയ മെത്തേഡ് ചെയ്യേണ്ടി വരും. വലിയ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡിഫറൻസ് എടുത്തു, അതും നമ്മുടെ ഷോർട്ട് കട്ട് ആണ്. പക്ഷെ ഇവിടെ ഏറ്റവും എളുപ്പം ഇതാണ്. ഡിഫറൻസ് എടുത്തു 4, അത് ഞാൻ ചെയ്യണം. 44 ആകുമ്പോൾ 800 ആവും. പിന്നെ 1200 പിന്നെ 800 2000. 44 ആകുമ്പോൾ 800 ആവും. 2044 ഡിഫറൻസ്. അത് രണ്ടിന്റെ മൾട്ടിപ്പിൾ അല്ല. ഇതിനെ 4 2 8 2 4 ഗുണം എത്ര എഴുതാം? 4 ഗുണം 5 511 എഴുതാം. അതുമല്ല, ഓക്കെ, 4 ഗുണമല്ല, 5 ഗുണമല്ല, 6 ഗുണമല്ല, 7 ഗുണം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്യേണ്ടി വരും. 7 ഗുണം എത്രയാണെന്ന് നോക്കുക. 7 ഗുണം 2 64 9 292. 292 നോക്കണം. അതുമല്ല, അടുത്ത 2 ഇങ്ങോട്ട് കൊടുക്കുക. 14 ഗുണം, അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. 14 ഗുണം 1 4 6 അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അത് പ്രയാസമാണ്. ആ ഒരു വഴിയും ഭയങ്കര പ്രയാസമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ലോങ് ഡിവിഷൻ മെത്തേഡ് നോക്കണം. 2800 എന്ന് പറയുന്ന നമ്പർ അതിനെ 756 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അടുത്തൊരു വഴിയാണ് ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. 750. ഇതാണ് നമ്മുടെ ലോങ് ഡിവിഷൻ മെത്തേഡ്. ഒന്നുമില്ല, SCF കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. 756 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വട്ടം പോകും? 2 വട്ടം 3 വട്ടം പോകും. 2100 168. 2268. കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിലേ പറ്റും. 68 എത്ര വരും? 68ന്റെ കൂടെ 32 കൂട്ടണം. 2300 ആയി. പിന്നെ 532. പിന്നെ എന്ത് ചെയ്യും? ഇവിടെ കിട്ടുന്ന ഈ ഒരു റിമൈൻഡർ ഉണ്ടല്ലോ, അത് അടുത്ത ഡിവൈസിലാവും. എന്നിട്ട് ഇതെന്താവും? ഇവിടെ ഉള്ള ഡിവൈസിൽ അടുത്ത ഡിവിഡന്റ് ആവും. ഓക്കെ, 756 532 1 532 എത്ര വരും? 24 2 224. ഇവിടെ കിട്ടുന്ന റിമൈൻഡർ അടുത്ത ഡിവൈസിലാവും. 224 532. ഇതിനെ എന്ത് ചെയ്യും? ഇവിടെ കിടക്കുന്നത് അടുത്ത ഡിവിഡന്റ് ആവും. കാൽക്കുലേഷൻ ആണ് കേട്ടോ. 224 ഗുണം എത്ര വരും? 3 വരെ പോവും? ഇല്ല, 2 വരെ പോകത്തുള്ളൂ. 2 448. പിന്നെ 12 4 ഇതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ കൂട്ടാം. 12 2 കൂട്ടുമ്പോൾ 50. 52 കൂട്ടുമ്പോൾ 500. പിന്നെ 32 52 84. പിന്നെ 224. ഓക്കെ, 84 ഗുണം 3 പോവില്ല, 2 168. എത്ര പോകും? 2 32 24 56. പിന്നെ 84/56 ചെയ്യണം ഒരു വട്ടം. 56 എത്ര? 28 വന്നു. പിന്നെ 56 കണ്ടോ? കാൽക്കുലേഷൻ ഉണ്ടോ? 56/28 2 വട്ടം 56. ഓക്കെ, അപ്പോൾ 0 എവിടെ വരുന്നു? ഇവിടെ റിമൈൻഡർ എന്ന് തോന്നുന്നു 0 ആണ്. റിമൈൻഡർ 0 വരുമ്പോൾ എന്താണോ നമ്മൾ ഡിവൈസറായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതായിരിക്കും നമ്മുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇതാണ് നിങ്ങളുടെ ലോങ് ഡിവിഷൻ മെത്തേഡ്, HCFന്റെ ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ റിമൈൻഡർ കിട്ടുന്നതിനെ എടുത്ത് ഡിവൈസർ ആയിക്കൊണ്ടിരിക്കും. എപ്പോ വരെ? റിമൈൻഡർ 0 ആവുന്ന വരെ. ലാസ്റ്റ് റിമൈൻഡർ 0 ആവുന്ന വരെ. അപ്പൊ നമ്മൾ ഈ 28 കണ്ടുപിടിച്ച ആ ഒരു വഴി ചെയ്ത് പോയത് കണ്ടോ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു വ്യത്യാസം നിങ്ങളുടെ മെത്തേഡ് എന്താണെന്ന് ഉള്ളതാണ് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് എത്ര മാർക്ക്. ഇപ്പൊ 25 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രിലിംസിലുണ്ടെങ്കിൽ ആ 25 ക്വസ്റ്റ്യനും ഇങ്ങനത്തുള്ള മെത്തേഡ്സ് ഉണ്ട്, നമ്മുടെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അത് പഠിച്ചു പോയ ഒരാൾക്ക് ബേസ്, പക്ഷെ അത് എങ്ങനെ പഠിക്കണം? ബേസ് ലെവലിൽ നിന്ന് പഠിക്കണം. അതിന് ഒരുപാട് നമ്പർ ഓഫ് അവേഴ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ആ ഒരു മെത്തേഡ് നിങ്ങൾ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ, നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ബാക്കിയുള്ളവരെക്കാളും മുന്നിൽ ചെയ്യാൻ പറ്റും.
ഈ ഈ SSC മാത്സ് എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. അതിൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് വേണം, കറക്റ്റ് റൈറ്റ് ഡയറക്ഷനിൽ ഹാർഡ് വർക്ക് വേണം. ഒരിക്കലും മടുത്ത് പോകരുത്. നിങ്ങൾക്ക് അങ്ങനെ മടുത്ത് പോവാതിരിക്കാനുള്ള മെത്തേഡ്സ് എവിടെ ഉണ്ട്? നമ്മുടെ കയ്യിലുണ്ട്. നന്നായിട്ട് പഠിക്കുക, നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ക്ലാസ്സുകൾ കിട്ടാൻ പറ്റുന്ന അത്രയും മാക്സിമം ക്ലാസ്സുകൾ നിങ്ങൾ കാണുക, മാക്സിമം ക്ലാസ്സുകൾ കണ്ട് അത് പഠിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ ക്ലിയർ ആയി തന്നെ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ഇങ്ങനെ മതി ക്ലാസ് എങ്കിൽ ഓക്കെ. ഫൈൻഡ് ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് ദ സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 18, 24 ആൻഡ് 25. അപ്പോൾ സം ഓഫ് ഡിജിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ ഞാൻ ഓപ്ഷൻ ഡി മാർക്ക് ചെയ്യും. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ ഡി മാർക്ക് ചെയ്തത്? ആൻസർ എന്തുകൊണ്ടാണ് ഓപ്ഷൻ ഡി ആയത്? SSC GD 2022 പ്ലേലിസ്റ്റിലെ ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു നമ്പർ 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിന്റെ സം ഓഫ് ഡിജിറ്റ് 9 അല്ലെങ്കിൽ 9ന്റെ മൾട്ടിപ്പിളോ ആയിരിക്കും. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് ഫൈൻഡ് ദ സം ഓഫ് ഡിജിറ്റ്. ഇതിനെയാണ് ഡിജിറ്റൽ സം എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിജിറ്റൽ സമ്മിന്റെ ക്ലാസ് ഓൾറെഡി CHSL 2022 ക്ലാസ്സിൽ, ഇൻട്രൊഡക്ഷൻ ടു CHSL 2022 ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ നമ്പർ സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏകദേശം 1, 2, 3, 4, 5 ഒറ്റപത്തെ 1,00,000. അതാണ് സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ. അതിന്റെ അടുത്തുള്ള നമ്പർ അതെന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 18. ഈ 18 കാണുമ്പോൾ തന്നെ ആ നമ്പർ എന്താണ്? 9ന്റെ മൾട്ടിപ്പിൾ ആണ്. 18 എന്ന് പറഞ്ഞാൽ 9 ഗുണം 2 ആണ്. അപ്പൊ ആ നമ്പർ എന്തായിരിക്കും? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ അതിന്റെ സം ഓഫ് ഡിജിറ്റ് ഓൾവേസ് 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, ഓൾവേസ്. അപ്പൊ ഇവിടെ 9ന്റെ മൾട്ടിപ്പിൾ വേറെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. ഇത് മാർക്ക് ചെയ്ത് പോവാത്ത ഒരാളും ഇനി ഇതിന്റെ ഒറിജിനൽ വഴി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 18ന്റെ 24ന്റെ 25ന്റെ LCM ആണ് കോമൺ മൾട്ടിപ്പിൾ. 18ന്റെ 24ന്റെ LCM എങ്ങനെയാണ് കാണുന്നത്? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് നോക്കുക. ചെറുതെടുത്തു, കോമൺ ആയിട്ടുള്ളത് 6 ആണ്, കോമൺ ആയിട്ടില്ലാത്ത 3 ആണ്. ആ കോമൺ ആയിട്ടില്ലാത്തതിന് ഇവിടെ കൊടുക്കുക. അപ്പം ഇതിന്റെ LCM 72 ആണ്. 72ന്റെ 25ന്റെ LCM വേണം. 72ന്റെ 25ന്റെ കോമൺ ആയിട്ട് എന്തുണ്ട്? കോമൺ ആയിട്ട് ഒന്നുമില്ല. LCM എന്ന് പറഞ്ഞാൽ 22. അപ്പൊ LCMനകത്ത് ആരൊക്കെ കാണും? 22 കാണും, 25 കാണും. HCF എടുക്കാനും നിങ്ങളെ പഠിപ്പിച്ചു, LCM എടുക്കാനും പഠിപ്പിച്ചു. LCM എടുക്കാനുള്ള വേറൊരു വഴിയുണ്ട്. നമുക്ക് 72ന്റെയും 25ന്റെയും LCM ആണ് റേഷ്യോ എടുക്കുക. റേഷ്യോ എടുക്കുമ്പോൾ ഇത് തന്നെ വരുന്നത്, കോമൺ ആയിട്ട് ഒന്നുമില്ല. കോമൺ ആയിട്ട് ഒന്നും ഇല്ലെങ്കിൽ അവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? ഇതിനെ 100/4 ആക്കുക. അപ്പുറത്തെ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 0 ഇട്ട് കൊടുത്താൽ. അപ്പോൾ 72/4 എന്ന് പറയുമ്പോൾ 18, 2 0, 1800 ആയിരിക്കും പ്രോഡക്റ്റ്. അതായത് ഈ നമ്പേഴ്സിന്റെ, ഈ 3 നമ്പേഴ്സിന്റെ ലോവസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1800 ആയിരിക്കും. നമുക്ക് വേണ്ടത് 1800 ആണോ? അല്ല, 6 ഡിജിറ്റ് നമ്പർ, സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1800ന്റെ മൾട്ടിപ്പിൾ ഏതാണ് ഏറ്റവും ചെറിയ 6 ഡിജിറ്റ് നമ്പർ? അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വരും. 1,00,000 ഡിവൈഡ് ബൈ മെത്തേഡ് നോക്ക്. 1,00,000 ഡിവൈഡ് ബൈ 1800 ചെയ്യേണ്ടി വരും. എന്നിട്ട് നിങ്ങൾ ചെയ്ത് ഇവിടെ ഒരു റിമൈൻഡർ വരും. ആ റിമൈൻഡർ വരുമ്പോൾ അപ്പൊ അത് ചെയ്ത് വേണമെങ്കിൽ കാണിക്കണം. ഞാൻ ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാം, ഇങ്ങനൊന്നും എഴുതുന്നില്ല. 1, 2, 3, 4, 5. ഓക്കെ, നിങ്ങളെ കാണിച്ചു തരണം, അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 150 ചെയ്യുമ്പോൾ 1,000 വരും. ഇത് ഞാൻ കുറച്ച് സ്പീഡ് പറയുവാണ്, സ്പീഡ് പറഞ്ഞില്ലെങ്കിൽ തീരില്ല. 5 വട്ടം ആകുമ്പോൾ 900 ആയി. ബാക്കി 100 ശിഷ്ടം വന്നു, പിന്നെ 1000, പിന്നെ ഒരു 0 കൂടെ എടുത്തു. 5 വട്ടം 900 വന്നു, 5 വട്ടം 900 ആയി. ബാക്കി 100, പിന്നെ 1000. 5 വട്ടം ശിഷ്ടം 100, ശിഷ്ടം 100 വന്നു അല്ലെ? ശിഷ്ടം 100 വന്നു. അതിന്റെ അർത്ഥം എന്താ? ഓക്കെ, 100 ആണോ വന്നേ? ശിഷ്ടം ഓക്കെ, ശിഷ്ടം എത്ര വരും നമുക്ക്? 2, 3, 4, 5, 6. ഓക്കെ, 1000-നകത്ത് 150, 5 വട്ടം 900, ബാക്കി 100. 1000-നകത്ത് 150, 5 വട്ടം 5 വട്ടം. ഇപ്പൊ ഇത് എന്റെ സ്റ്റൈലുമായിട്ട് ഇതല്ല, ഞാൻ ഇത്ര സ്ലോ ആയിട്ട് പറയാറില്ല, ചെയ്യാറില്ല ക്വസ്റ്റ്യൻസ്, അതുകൊണ്ടാണ്. 1000/100, ബാക്കി 100 വന്നു. പിന്നെ 1000/180, 5. ബാക്കി ശിഷ്ടം എന്ത് വന്നു? 100 വന്നു. ഓൾറെഡി 100 അതിനകത്ത് കിടപ്പുണ്ട്. നമുക്ക് തൊട്ടടുത്ത മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1, 2, 3, 1700. ബാക്കി 1700 കൂടെ അതിനകത്ത് വേണം. ഓക്കെ, 1700, അതായത് ഇതിന്റെ കൂടെ 1,1700 വരും. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഒരു നമ്പർ വരും 1,00,000. ഇവിടെ 1010, 1, 2, 1, 4. ഇത് 150ന്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, 900, 117, 0. ഓക്കെ, എവിടെയെങ്കിലും കാൽക്കുലേഷൻ തെറ്റിപ്പോയോ? 180,
180 ഗുണം 6 1080. ഓക്കെ 1080 വരത്തില്ല. 800 വരും. ഓക്കെ സോറി. ഓക്കെ അതിന്റെ അടുത്ത മൾട്ടിപ്ലൈ ഏതായിരിക്കും വരുന്നത്? ഓക്കെ അപ്പോൾ കാൽക്കുലേഷൻ നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ഈ വഴി ചെയ്യേണ്ട, ഇത് വഴി തന്നെ ചെയ്താൽ മതി. HCF കാണുമ്പോൾ ഇതായിരിക്കും, LCM കാണുമ്പോൾ ഇതായിരിക്കും എളുപ്പം. ഓക്കെ ഇങ്ങനെ ചെയ്ത് റിമൈൻഡർ നോക്കി പോയിട്ട് ലാസ്റ്റ് ഒരു റിമൈൻഡർ വരും. അപ്പൊ നമുക്ക് ആ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ 10 100 800. അപ്പൊ ഇതായിരിക്കും. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്മോളസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 18 24 25. ഇത് 1800 മൾട്ടിപ്പിൾ ഇതിന്റെ 1,00,000 അടുത്തുള്ളത്. അപ്പോൾ അതിന്റെ സം ഓഫ് ഡിജിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് 1 കിട്ടും, നമുക്ക് എത്ര കിട്ടും? 9 കിട്ടും. പക്ഷെ ഇതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. മിക്കവാറും ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾ ഇത് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഓക്കെ അതാണ് അതിന്റെ വഴി. നമ്പർ സിസ്റ്റത്തിന്റെ ക്ലാസ്സിൽ ഇതേപോലത്തെ മെത്തേഡ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യനകത്ത് നോക്കി തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അടുത്തത് 16 മീറ്റർ 14 മീറ്റർ ആൻഡ് 10 മീറ്റർ ആർ ഡയമെൻഷൻസ് ഓഫ് എ റൂം. ഒരു റൂമിന്റെ ഹൈറ്റ്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ആണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പോസിബിൾ സ്കെയിൽ ടു മെഷർ ഓൾ ഡയമെൻഷൻസ് എക്സാക്ട്ലി. അപ്പൊ ഇത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ വീടിന്റെ ലെങ്തും ബ്രെഡ്ത്തും, നിങ്ങളുടെ റൂമിന്റെ ബ്രെഡ്ത്തും ഹൈറ്റും മെഷർ ചെയ്യാൻ പറ്റുന്ന സ്കെയിലിന്റെ ഡയമെൻഷൻ എല്ലാത്തിനും എന്ത് ചെയ്യണം? എക്സാക്ട്ലി മുഴുവനായിട്ടും എന്ത് ചെയ്യണം? മെഷർ ചെയ്യണം. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ 3 അളവിന്റെയും കോമൺ ആയിട്ടുള്ള ഫാക്ടർ ആയിരിക്കും. അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആയിരിക്കും. 16ന്റെയും 14ന്റെയും 10ന്റെയും ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇത് എന്ത് വഴി ചെയ്യണം? ഓപ്ഷൻ വഴി ചെയ്യണം. 3 ഏറ്റവും വലുതെടുക്കുക. 4 16ന്റെ മൾട്ടിപ്പിൾ ആണ്. 4 നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഒന്നും എടുക്കണ്ട. 4 മീറ്ററുള്ള സ്കെയിൽ കൊണ്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 14ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. 4 സ്കെയിലുള്ള ഇതായിട്ട് 3 വട്ടം പോയിട്ട് 2 മീറ്റർ എക്സ്ട്രാ വരും. അപ്പൊ 4 അല്ല, അടുത്ത 3 വയ്ക്കണം. 16നെ ഒരിക്കലും 3 മീറ്റർ സ്കെയിൽ വെച്ച് കംപ്ലീറ്റ്ലി എക്സാക്ട്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ 3 അല്ല. ഇപ്പൊ 2 രണ്ടാകുമ്പോൾ 16നെ പറ്റും. അടുത്ത വലുത് 10 ഉണ്ട്. 10 ഒരിക്കലും 16 10 അല്ല. ആദ്യമേ 10 ആണ് നോക്കട്ടെ കേട്ടോ. 10 കണ്ടില്ലായിരുന്നു. 10 വെച്ചിട്ട് 14നെ കംപ്ലീറ്റ് ആയിട്ട് പറ്റത്തില്ല, 16നെ പറ്റത്തില്ല. ഓപ്ഷൻ ഏതേ ഉള്ളൂ? ഓപ്ഷൻ സി. അത് 2 മീറ്റർ വെച്ച് ഇതിനെയും മെഷർ ചെയ്യാൻ പറ്റും. അതായത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ദീസ് 3 നമ്പേഴ്സ് ഏതാണ്? 2 മീറ്റർ ആണ്. ഇതിന്റെ നമ്പേഴ്സ് മാറ്റി നിങ്ങൾക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ അപ്പൊ നമുക്ക് ഒരിക്കലും എക്സാം വളരെ ടഫാണെന്നോ വളരെ എളുപ്പമാണെന്നോ പറയാൻ പറ്റത്തില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോവുക. അതാണ് നമ്മുടെ മുന്നിലുള്ള വഴി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്മോളസ്റ്റ് നമ്പർ ദാറ്റ് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 12 15 18 27. സ്മോളസ്റ്റ് നമ്പർ ഡിവിസിബിൾ ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും കോമൺ മൾട്ടിപ്പിൾ LCM ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആ ഒരു ഐഡിയ വേണം. ഏത് നമ്പർ ആണോ ഈ നമ്പർ കൊണ്ടെല്ലാം മൾട്ടിപ്പിൾ ആവുന്നത് അല്ലെങ്കിൽ ഡിവിസിബിൾ ആവുന്നത്, അങ്ങനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? LCM എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്മോളസ്റ്റ് നമ്പർ, ലോവസ്റ്റ് ആയിട്ടുള്ള നമ്പർ LCM ആണ് വേണ്ടത്. അപ്പൊ ഇതിന്റെ LCM എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അപ്പൊ ഇതിന്റെ LCMനകത്ത് ഒരു പ്രത്യേകത ഉണ്ട്. ഈ നമ്പർ എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? 18 27. 9ന്റെ മൾട്ടിപ്പിൾ നിങ്ങൾ കാണുവാണെങ്കിൽ അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ കാണുവാണെങ്കിൽ ആ നമ്പർ 3 സം ഓഫ് ഡിജിറ്റ് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇവിടെ 9 എന്ന് പറയുന്ന വാല്യൂ, അതായത് 18ന്റെ മൾട്ടിപ്പിൾ ആണ് ആ നമ്പർ എന്നുണ്ടെങ്കിൽ അത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓപ്ഷനകത്ത് 9ന്റെ മൾട്ടിപ്പിൾ, ഇത് 9ന്റെ മൾട്ടിപ്പിൾ അല്ല. ഇത് 6 × 14 9ന്റെ മൾട്ടിപ്പിൾ അല്ല. 5 × 4 9 9ന്റെ മൾട്ടിപ്പിൾ ആണ്. 7 × 4 11 9ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ 9ന്റെ മൾട്ടിപ്പിൾ. നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു പേന പോലും എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യേണ്ടത്. പെൻ ഫ്രീ ആയിട്ടായിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതാൻ നിൽക്കരുത്. അല്ലാതെ LCM കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. 12 15 കോമൺ ആയിട്ട് ഒന്നുമില്ല. കോമൺ ആയിട്ട് 4ആണുള്ളത്, 3ആണുള്ളത്. 12 4 60ആണ് LCM. 60ന്റെ 18ന്റെ 6 കോമൺ ആയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും 60ലും 18ലും 6 കോമൺ ആയിട്ടുണ്ട്. അപ്പൊ 180 അവരുടെ ഇത്രയും LCM 180. പിന്നെ 27നകത്ത് 9 ഇവിടെ കോമൺ ഉണ്ട്. ബാക്കിയുള്ളത് 3ആണ്. ആ 3നെ ഇങ്ങോട്ട് കൊടുക്കുക. അപ്പൊ 180 × 3 504. അത് LCMന്റെ ബേസിക് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ ഇങ്ങനെ നമുക്ക് LCM കണ്ടുപിടിക്കാം. റേഷ്യോ വഴി നമുക്ക് LCM കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കാണുമ്പോൾ തന്നെ 9ന്റെ മൾട്ടിപ്പിൾ. ഈ ഒരു ഐഡിയാസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടെ കാൽക്കുലേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ LCM ഓഫ്. ഇപ്പൊ ഇങ്ങനെ തരുവാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഫ്രാക്ഷന്റെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ LCM ഓഫ് P/Q ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ പറഞ്ഞാൽ എന്തായിരിക്കും? ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ LCM ഓഫ് P, ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ HCF ഓഫ് Q. ഇവിടെ LCM ഓഫ് P/Q A/B ആണെന്ന് വെച്ചു. ഇപ്പൊ രണ്ടിന്റെ ന്യൂമറേറ്ററിന്റെ LCMഉം ഡിനോമിനേറ്ററിന്റെ HCF. ഇനി നിങ്ങൾക്ക് HCF ഓഫ് ഇതായിരുന്നെങ്കിലോ? HCF ഓഫ് P/Q, A/B 2 നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ മേളിൽ എന്ത് വരും? HCF വരും, P, A. താഴെ എന്ത് വരും? LCM വരും. LCM ഓഫ്
Q, B വരും. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ത് വരും? ആൻസർ എന്ന് പറഞ്ഞാൽ നോക്കി തന്നെ പേന എടുക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. LCM ഓഫ് ഞാൻ നോക്കുമ്പോൾ തന്നെ 6 മേളിൽ വരും, താഴെ 5 വരും. അല്ല 6 അല്ല 12 വരും, താഴെ 5 വരും. 12/5 ഓപ്ഷൻ സി. LCM ഓഫ് 2, 4, 6 ഡിവൈഡഡ് ബൈ HCF ഓഫ് 5, 15, 25. അപ്പൊ LCM ഏതാ വരുന്നത്? കോമൺ മൾട്ടിപ്പിൾ ഏതാ? രണ്ടിനകത്ത് ഓൾറെഡി 4 ഉണ്ട്, 6 ഉണ്ട്. 4ന്റെ 6ന്റെയും കോമൺ മൾട്ടിപ്പിൾ രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? 12 ആണ്. അപ്പൊ 12 വരും LCM. HCF എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിലും ഹയസ്റ്റ് കോമൺ ആയിട്ടുള്ളത്. അപ്പൊ അതിന് ഏറ്റവും ചെറിയ വാല്യൂ എടുക്കുക. ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 എടുത്തിട്ട് ബാക്കി എല്ലാത്തിനും പോകുന്നു നോക്കുക. 5 ഇവിടെ പോവും, 5 ഇവിടെ പോവും, 5 ഇവിടെ പോവും, ഇഷ്ടമൊന്നുമില്ലാതെ. അപ്പൊ ആ വാല്യൂ ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് എല്ലാത്തിലും ഹയസ്റ്റ് ആയിട്ടുള്ള, എല്ലാത്തിലും വേണം. അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ വാല്യൂ എടുക്കുന്നത്. ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എടുക്കുമ്പോൾ നമ്മൾ വലുതെടുക്കുന്നത് എന്തുകൊണ്ടാണ്? എല്ലാത്തിലും അത് ഉണ്ടായേ പറ്റും. 12/5 ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ഒരുപാട് പേർക്ക് ഇത് അറിയാം, എനിക്കറിയാം. കുഴപ്പമില്ല, അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചോളൂ. അടുത്തത് HCF ആൻഡ് LCM ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് ആർ 7 ആൻഡ് 84. If one of the number is 7, ഡിഫറൻസ് ബിറ്റ്വീൻ 2 നമ്പേഴ്സ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കി തന്നെ ഓപ്ഷൻ സി നമുക്ക് മാർക്ക് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. നമുക്കൊരു ഫോർമുല, എല്ലാ എക്സാംസിനും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ്, നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് എഴുതാം. പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് LCM ഇൻറ്റു HCF ആയിരിക്കും. ഓക്കെ, LCM ഇൻറ്റു HCF ആയിരിക്കും. ഇവിടെ പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഏതൊക്കെയാ? 7 ഗുണം അടുത്ത സെക്കൻഡ് നമ്പർ ഈക്വൽ ടു 7 ഗുണം 84. അപ്പൊ 7 84 എന്താണ്? LCM HCF ആണ്. 7 വെട്ടിപ്പോയി, സെക്കൻഡ് നമ്പർ എന്ന് കിട്ടി? 84 കിട്ടി. അപ്പൊ സെക്കൻഡ് നമ്പർ 84 കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്പർ ഏതാണ്? 7 ആണ്. അതിന്റെ ഡിഫറൻസ് 84 - 7 77. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് അല്ലെങ്കിൽ ഇപ്പൊ പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു സ്പീഡിലോട്ട് എത്താൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇതായിരിക്കില്ല നമ്മുടെ മെത്തേഡ്. നമ്മുടെ മെത്തേഡ് എന്താണ്? ഇത് കാണുമ്പോൾ തന്നെ 7 × 84 ആ ഒരു സ്ക്രീനിൽ നമ്മുടെ മൈൻഡിൽ തെളിഞ്ഞു വരണം. അപ്പൊ അതൊരിക്കലും എക്സാമിന് പോയി ഡയറക്റ്റ് തെളിഞ്ഞു വരത്തില്ല. വീട്ടിൽ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, നിങ്ങൾ എത്രത്തോളം മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നു, അതൊക്കെയാണ് നിങ്ങളുടെ എക്സാമിനും അവിടെ പോയി റിഫ്ലക്ട് ചെയ്യുന്നത്. 7 × 84 ഈക്വൽ ടു ആ 1 നമ്പർ 7 ഗുണം അടുത്ത നമ്പർ 7 വെട്ടിപ്പോയി, രണ്ടാമത്തെ നമ്പർ 84. നമ്പേഴ്സുമായിട്ട് നല്ല പരിചയം ഉണ്ടെങ്കിലേ അങ്ങനെയൊക്കെ മൈൻഡിൽ വരത്തുള്ളൂ. ഇപ്പൊ കേൾക്കുമ്പോൾ, ഞാൻ പറഞ്ഞു തരുമ്പോൾ കേൾക്കുമ്പോൾ എളുപ്പമായിരിക്കും. പക്ഷെ ഇങ്ങനെയാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യണം? എൻ്റെ അടുത്തൊന്ന് പറയണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് രണ്ടാമത്തെ നമ്പർ കിട്ടി 84, ഡിഫറൻസ് 84 - 7 77 എന്ന് ആൻസർ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് വിൽ ഡിവൈഡ് 57, 93 and 191 so as to leave the same remainder in each case. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏതോ ഒരു നമ്പർ ഗ്രേറ്റസ്റ്റ് നമ്പർ ആണ്, സെയിം റിമൈൻഡർ കൊടുക്കുന്നു, അതായത് ശിഷ്ടം കൊടുക്കുന്നു. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഇതിന്റെ കയറി HCF കണ്ടുപിടിച്ച് കളയരുത്. എന്തുകൊണ്ടാണ് ഈ 57ന്റെയും 93ന്റെയും 193ന്റെയും HCF കാണേണ്ടതെന്ന് പറയുന്നത്? HCF എന്ന് പറഞ്ഞാൽ ഒരിക്കലും റിമൈൻഡർ തരില്ല. നമുക്ക് വേണ്ടത് റിമൈൻഡർ തരുന്ന ഗ്രേറ്റസ്റ്റ് നമ്പർ ആവശ്യിക്കുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന ഒന്നും ഇതിന്റെ HCF അല്ല. ഒരിക്കലും കയറി ഓപ്ഷൻ എടുത്തിട്ട് 4 ഇതിന്റെ മൾട്ടിപ്പിൾ ആണോ 2 ഇതിന്റെ മൾട്ടിപ്പിൾ ആണോ അങ്ങനെ ചെക്ക് ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തെറ്റും. നിങ്ങൾ 1 ആൻസർ കൊടുക്കും. ഓക്കെ, അപ്പോ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഏതോ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിന് സെയിം റിമൈൻഡർ ആണ്. റിമൈൻഡർ വരും, പക്ഷെ സെയിം ആണ്. അപ്പൊ എന്തല്ല അവിടെ? HCF അല്ല നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ ഇതിന്റെ ഡിഫറൻസ് എടുക്കണം. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡിഫറൻസിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഡിഫറൻസിന്റെ എന്തായിരിക്കും? HCF ആയിരിക്കും. അപ്പൊ ഡിഫറൻസിന്റെ HCF ആണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഡിഫറൻസ് വരുന്നത്? ഇവിടെ നമുക്ക് 30, 36. ഇവിടെ ഡിഫറൻസ് എത്ര വരുന്നത്? 7 കൂടെ കൂട്ടുമ്പോൾ 100, ബാക്കി 91, 98. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സിന്റെ 2 മതി. 57 191 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഇവിടെയുള്ള കോമൺ ഫാക്ടറും ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. 2 നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുക, അതിന്റെ HCF. ആൻസർ എന്ന് പറഞ്ഞാൽ HCF ഓഫ് 36 ആൻഡ് 98 ആയിരിക്കും. അപ്പോൾ 36ന്റെ 98ലും ഇനി എന്ത് ചെയ്യണം? ഇനി ഓപ്ഷൻ ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷനിൽ ചെക്ക് ചെയ്യാം. ഓപ്ഷനിൽ ചെക്ക് ചെയ്യുമ്പോൾ 4 36ന്റെ മൾട്ടിപ്പിൾ ആണ്, പക്ഷെ 98ന്റെ മൾട്ടിപ്പിൾ അല്ല. 3 36ന്റെ മൾട്ടിപ്പിൾ ആണ്, 98ന്റെ മൾട്ടിപ്പിൾ അല്ല. അടുത്ത 2 ഇതിലും പോവും. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാണ്? 2 ആണ്. ഓപ്ഷൻ വഴി ഇനി ചെയ്യാം. നമ്മുടെ ആൻസർ എന്ത് നേടി? 2 നേടി. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് LCM ഓഫ് 6 ആൻഡ് 110? LCM എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വേറെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡോട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ 6ന്റെയും 110ന്റെയും ഫസ്റ്റ് വഴി എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ളത് നോക്കുക. ചെറിയ നമ്പർ എടുക്കുക, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് നോക്കുക.
2 ഇതെന്ന് പറഞ്ഞാൽ 2 ഗുണം 3 ആണ്. 2 ഇതിനകത്ത് ഉണ്ട്, ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മൾ LCM 2 എടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളത് ആരാണ്? 3 ആണ്. 3 എവിടെ ഇല്ല? ഇവിടെ ഇല്ല. 110 3 ഇല്ല. കാര്യം 3ന്റെ മൾട്ടിപ്പിൾ അല്ല. സം ഓഫ് ഡിജിറ്റ് 3ന്റെ മൾട്ടിപ്പിൾ അല്ല. 3നെ ഇങ്ങോട്ട് കുടിക്കുമ്പോൾ 330 കിട്ടും. നമുക്ക് ഓപ്ഷൻ സി ഈസി ആയിട്ട് ആൻസർ കൊടുക്കും. ഇനി പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഇന്നത്തെ ക്ലാസ് നിങ്ങളെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പറഞ്ഞുതരാം. പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിനെ പ്രൈം നമ്പേഴ്സിന്റെ ഫാക്ടർ ആയിട്ട് എടുക്കും. 6 എന്ന് പറഞ്ഞാൽ 2 ഗുണം 3 ആണ്. 110 എന്ന് പറഞ്ഞാൽ 11 ഗുണം 2 ഗുണം 5 ആണ് പ്രൈം നമ്പറിന്റെ ഇതായിട്ട് എടുക്കും. നമ്മുടെ LCM എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പേഴ്സിൽ ഹയസ്റ്റ് എല്ലാം വേണം, കോമൺ ആയിട്ടുള്ളതല്ല, എല്ലാം വേണം. എല്ലാത്തിന്റെ ഹയസ്റ്റ് പവർ എടുക്കുക. അപ്പൊ ഇവിടെ 2:1 ആണ്, ഇവിടെ 2:1 ആണ്. അപ്പൊ നമുക്ക് ഹയസ്റ്റ് പവർ 2:1 തന്നെ ഇൻറ്റു ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഇല്ല, എന്നാലും LCM 5 വേണം. 3 ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല, എന്നാലും കോമൺ മൾട്ടിപ്പിൾ 3 വേണം. 11 ഇവിടെ ഉണ്ട്, എന്നാലും 11 രണ്ടിലും കോമൺ ആയിട്ട് വേണമെന്നില്ല. HCF ആകുമ്പോൾ ചെറിയ പവർ എടുക്കും, എന്നിട്ട് കോമൺ ആയിട്ടുള്ളത് മാത്രമേ എടുക്കും. അതാണ് HCF പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ. അപ്പൊ എന്ത് കിട്ടും? 10 30 30 ഗുണം 11 330 കിട്ടും. പക്ഷെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈസി ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് തരാം. ഇതിന്റെ ഓപ്ഷൻ ആണ് അല്ലേ? ഓപ്ഷൻസ് നോക്കട്ടെ. ഓക്കെ, ഓപ്ഷൻസ് ഒന്ന് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഓപ്ഷൻസ് ഞാൻ വിചാരിച്ചു അത്രയും കംപ്ലീറ്റ് ആവില്ലെന്ന്. നമ്മളിപ്പോൾ 10 ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ, ഓപ്ഷൻസ് ഒരു മിനിറ്റ് നോക്കട്ടെ. ഓക്കെ, ഓപ്ഷൻസ്. ഓപ്ഷൻ എ 9 9 1 2. ഓപ്ഷൻ ബി അതുവരെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയത് 9 8 7 0. ഓപ്ഷൻ സി 9 9 9 6. ഓപ്ഷൻ ഡി 9 9 5 4. ഇവിടെ എന്താ ചെയ്യുന്നത്? എ ഇസ് ദ സ്മോളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ ബോത്ത് 6 and 7. അപ്പൊ എന്ന് പറഞ്ഞാൽ 6 കൊണ്ട് 7 കൊണ്ട് മൾട്ടിപ്പിൾ ആവുന്ന നമ്പറാണ്. അപ്പൊ 42 ആണ് 6 ഗുണം 7. പക്ഷെ 42 ആണോ നമ്മുടെ എയുടെ വാല്യൂ? അല്ല. സ്മോളസ്റ്റ് ഇത് 2 ഡിജിറ്റ് നമ്പർ, 3 ഡിജിറ്റ് നമ്പർ വേണം. അങ്ങനെയുള്ള ഏതുണ്ട്? 42ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 42 ഗുണം 3 ആണ്, അതായത് 126 ആണ് അങ്ങനത്തെ സ്മോളസ്റ്റ് നമ്പർ. ആൻഡ് ബി ഇസ് ദ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ ബോത്ത് 6 and 7. അതായത് 42ന്റെ മൾട്ടിപ്പിൾ ആണ്, പക്ഷേ അതെന്താണ്? ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ആണ്. അപ്പൊ അങ്ങനെയുള്ള നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ചെയ്ത് നോക്കിയെങ്കിലേ പറ്റൂ. എന്ത് കിട്ടും നമുക്ക്? വലിയ നമ്പർ. അത് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വലിയ 4 ഡിജിറ്റ് നമ്പർ എടുക്കുക. 9 9 9 9. അതിനെ എന്ത് ചെയ്യുക? 42 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 42 ഡിവൈഡ് ചെയ്യുക. എന്നൊരു ശിഷ്ടം നോക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. 2 വട്ടം പോവും. 84. നേരത്തെ എങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്? 15 159. 42 ഗുണം 3 126. ഓക്കെ, 126 അല്ലേ? 126. ബാക്കി എത്ര വന്നു? 30 33 അല്ലെ? 33 339. 42 ഗുണം എത്ര പോകും? 332 പോയി. 42 ഗുണം 7 8 8 പോകുമ്പോൾ വരും 320. 8 വരും. 8 വരാകുമ്പോൾ 320 16 336 വരും. ഓക്കെ, 8 വരെ പോകും. 336. നമുക്ക് എത്ര വന്നു? ശിഷ്ടം 3 വന്നു. ഓക്കെ, ശിഷ്ടം ഇവിടെ എത്ര വന്നു? ശിഷ്ടം ഇവിടെ എത്ര വന്നു? 3 വന്നു. എൻ്റെ അർത്ഥം എന്താ? കുറയ്ക്കുമ്പോൾ 3 വരും. ശിഷ്ടം 3 വന്നു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഈ 9 9 9 9 42 ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടമായിട്ട് അധികമായിട്ട് എടുക്കുന്ന 3 ആണ്. അപ്പൊ 3 അങ്ങ് കുറച്ച് കഴിഞ്ഞാൽ 3 കുറച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 9 9 9 9 നിന്നും ആ ശിഷ്ടം കിട്ടുന്ന വാല്യൂ 3 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 9 9 9 6 ആണ് ഏറ്റവും വലിയ ലാർജസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ 42. ഇപ്പൊ ഇങ്ങനെയാണ് നേരത്തെ നമ്മൾ 1800 നോക്കിയില്ലേ? അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് തോന്നുന്നു 1800 ആയിരുന്നു. 1800 × 5 9000 ആണ്. അതുകൊണ്ടാണ് അവിടെ അതുകൊണ്ടാണ് നമ്മൾ 150 വെച്ചാൽ ചെക്ക് ചെയ്തത്. ഓക്കെ. അതെ, അവിടെ അതുകൊണ്ടാണ് ആ നമ്പർ കറക്റ്റ് ആയിട്ട് കിട്ടാഞ്ഞത്. ഓക്കെ, ഇതേ വഴിയാണ് ചെയ്യുന്നത് കേട്ടോ. ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്? ഈ ക്വസ്റ്റ്യൻ. ഇത് ഞാൻ 1800 എനിക്ക് ഒന്ന് 150 വെച്ചാണ് ചെക്ക് ചെയ്തത് കേട്ടോ. ഇവിടെ 1800 വെച്ചല്ലേ ചെക്ക് ചെയ്യേണ്ടത്? 1800 വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ 9000 വരെ പോകും. 9000 വരെ പോകും. ശിഷ്ടം 1000 വരും. പിന്നെ ഒരു 10000, പിന്നെ 9000 വരെ പോകും. ശിഷ്ടം എത്ര വരും? 1000 വരും. അതായത് 1,00,000-നകത്ത് ഓൾറെഡി 1800 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10000 ശിഷ്ടം കിടപ്പുണ്ട്. 10000 അല്ല, 1000 ശിഷ്ടം കിടപ്പുണ്ട്. നമുക്ക് എന്തുകൂടെ മതി? ഒരു 800 കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയാണ് 1,00,000-ന്റെ കൂടെ 800 കൂടെ ആഡ് ചെയ്ത് 1,80,000 നമുക്കവിടെ 1,800,000 നമുക്കവിടെ എന്തെന്ന് വന്നത്? വാല്യൂ വന്നത് ആ നമ്പർ വന്നത്. ഓക്കെ, ആ എക്സ്ട്രാ വന്നത്. അപ്പൊ അവിടെ ഞാൻ 1800 പോയാൽ 150 വെച്ചാണ് കാൽക്കുലേഷൻ ചെയ്തത്. അതുകൊണ്ടാണ് തെറ്റിപ്പോയത്. പക്ഷെ അതിന്റെ ആവശ്യമില്ലായിരുന്നു അവിടെ ഡീലസം വഴി ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ നമ്മുടെ പരിപാടി എന്തായി? ഇപ്പൊ നമ്മുടെ ആൻസർ എന്തായി? നമ്മുടെ ആൻസർ എന്തായി? ഇപ്പൊ എയുടെ വാല്യൂ കിട്ടി 126, ബിയുടെ വാല്യൂ കിട്ടി 9,900.
96. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 9996 മൈനസ് 126, 96 മൈനസ് 26, 70 അവസാനിക്കുന്ന ഓപ്ഷൻ ഇതുണ്ട്. ഓപ്ഷൻ ബി. കാൽക്കുലേഷൻ ഒന്നും ചെയ്യണ്ട. 9 ഇത് നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. കാൽക്കുലേഷൻ ചെയ്യാതെ ചെയ്യുന്ന വഴികളൊക്കെ ഇതൊക്കെ സ്പീഡ് ചെയ്താൽ എന്തായി ഷോർട്ട് കട്ട്. അത്രേ ഉള്ളൂ. 9996 മൈനസ് നമുക്ക് 126, അതായത് 96 നിന്നും അല്ലെങ്കിൽ 6 മൈനസ് 6 0 അവസാനിക്കുന്ന ഓപ്ഷൻ ഏതേ ഉള്ളൂ. ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ ഓപ്ഷൻ തരാം. ഇത് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യനോട് ചേർത്തിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, നിങ്ങൾക്ക് ഇതുകൂടെ തരാം. 111, ഓപ്ഷൻ ബി 37, ഓപ്ഷൻ സി 148, ഓപ്ഷൻ ഡി 185. പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് വന്നിട്ടുണ്ട്. HCF ഓഫ് ദ നമ്പർ 37 ആണ്. ദെൻ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. അപ്പോൾ ഇതിനകത്തൊരു പ്രോപ്പർട്ടി ഞാൻ പറയാം. HCF 37 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് നമ്പറിലും എന്ത് കാണും? 37 കാണും. അത് കോമൺ ഫാക്ടർ ആണ് അതിലുള്ള. 37A 37B എന്ന് നമുക്ക് എന്ത് പറയാം? ഈ നമ്പേഴ്സിനെ പറയാം. ഇവിടെ എയും ബിയും എന്തായിരിക്കും? കോമൺ ആയിട്ട് ഒന്നും ഇല്ലാത്ത കോപ്രൈം നമ്പേഴ്സ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ HCF രണ്ട് നമ്പേഴ്സ് തന്നാൽ അതിനെ എഴുതുന്നത്. HX HY അല്ലെങ്കിൽ HA HB. എയും ബിയും എന്താണ്? നമ്മുടെ കോപ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ ഇവിടെ ഈ നമ്പേഴ്സ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 37A ഇൻറ്റു 37B ഈ ഫോമിൽ കിടക്കുന്ന നമ്പറിന്റെ പ്രോഡക്റ്റ് 6845 ആണ്. നിങ്ങൾ ഈ 37 ഒന്നും ഡിവൈഡ് ചെയ്യണ്ട. നിങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രേറ്റർ നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പർ എന്ന് പറഞ്ഞാൽ 37ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ ഓപ്ഷൻ എല്ലാം 37ന്റെ മൾട്ടിപ്പിൾ. 37 ഗുണം 3, 37 ഗുണം 1, 37 ഗുണം 4, 37 ഗുണം 5. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ ആൻസറിനകത്ത് ആൻസർ എന്ന് പറഞ്ഞാൽ 37ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അതേപോലെ 5ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. എന്തുകൊണ്ട് 5 വന്നത്? ഇവിടെ നോക്ക്, ഈ 6845 ഒരു 5 ഉണ്ട്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ഒരു 5 വന്നാലേ ഈ ആൻസർ എന്ത് വരത്തുള്ളൂ? 6845 വരത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ നമ്പർ സിസ്റ്റം ആണ്, നമ്പറിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ്, നമ്പറിന്റെ പരിചയമാണ്. ഇവിടെ 5 വരണം. അപ്പൊ നമ്മുടെ ആൻസർ എവിടെ ആയിരിക്കും 5 വരുന്നത്? വലിയ നമ്പറിലാണ്, ഗ്രേറ്റർ നമ്പർ ആവശ്യിക്കുന്നത്. അപ്പൊ ആ 5 കിടക്കുന്ന എവിടെ ആയിരിക്കും? ഗ്രേറ്റർ നമ്പറിലായിരിക്കും. അപ്പൊ ഇതിനെ എനിക്ക് എന്ത് പറയാം? 37 ഗുണം 5 എന്ന് പറയാം. 37 ഗുണം 5 185 ആണ്. അപ്പൊ നിങ്ങളുടെ ഒരു ചോദ്യം വരും, എന്തുകൊണ്ട് ഇവിടെ എനിക്ക് 5 വന്നുകൂടാ? അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഓൾറെഡി ഒരു നമ്പറിൽ 185 വന്നു. അങ്ങനെയാണെങ്കിൽ ഏകദേശം 200ന്റെ അടുത്ത്. അപ്പൊ ഇവിടുത്തുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ എത്ര വരത്തുള്ളൂ? ഏകദേശം 20ന്റെ അടുത്ത് അല്ലെങ്കിൽ 20-30ന്റെ അടുത്ത്. അപ്പൊ ഈ നമ്പർ എത്ര വരത്തുള്ളൂ? 37 വരത്തുള്ളൂ. ഒരിക്കലും 185 ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ നമ്പർ ഇവിടെ വരത്തില്ല. അപ്പൊ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 6 ഡിജിറ്റ് നമ്പർ ആയിപ്പോ അല്ലേ? നോക്ക്, ഇതിനെ വെറും 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ 5400 ആവും. 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ 18500 ആവും. നമുക്ക് അത്രയൊന്നും പോകണ്ട. ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ 37 തന്നെ ആയിരിക്കും. 37ന്റെ മൾട്ടിപ്പിൾ അവിടെ വേണം. 37 ഗുണം 2 64 പോലും പോകത്തില്ല. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പൊ ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം എന്താണ്? ഐഡിയ ആണ്, നിങ്ങളുടെ കൺസെപ്റ്റ് ആണ്. ഓക്കെ, അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ വളരെ സ്പീഡിൽ പറയാം. നമ്മുടെ സമയം ഇപ്പം ഒരു കുറച്ച് സമയമായി, നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിർത്താം. എക്സ് ഇൻറ്റു വൈ ഡിനോട്ട്സ് HCF ഓഫ് എക്സ് ആൻഡ് വൈ. എക്സ് ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ സ്പീഡിൽ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടത്. എക്സ് അറ്റ് വൈ LCM ആണ്. എന്താ വാല്യൂ ഓഫ് 72 ഇൻറ്റു 84. ഇതെന്താണ്? HCF ആണ്. 72 87 HCF കോമൺ ഫാക്ടർ ആണ് 12 ആണ്. അറ്റെന്ന് പറയുമ്പോൾ LCM ആണ്. ഇതിന്റെയും 147 LCM വേണം. അപ്പൊ ഏതാണ് ഇതിന്റെ കോമൺ മൾട്ടിപ്പിൾ? 147 ആണ് ആൻസർ വരുന്നത്. ആൻസർ 147 വരും. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് എന്ത് ചെയ്യാം? ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ആൻസർ പറയാം. ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ HCF ആൻഡ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ പിയുടെ ക്യൂടെ എന്താണ്? A ആൻഡ് B. HCF പിന്റെ HCF എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ എയും, പിന്റെ ക്യൂവിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എയും, LCM ബിയും ആണ്. A പ്ലസ് ബി P പ്ലസ് ക്യൂ ആണെങ്കിൽ വാല്യൂ ഓഫ് AQ പ്ലസ് BQ. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട. എക്ക് വരും B കൊടുക്കുക, ബിക്ക് വരും Q കൊടുക്കുക. ഇവിടെ എക്ക് വരും P കൊടുക്കുക, ബിക്ക് വരും Q കൊടുക്കുക. PQ പ്ലസ് Q ക്യൂബ്. ഇങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ആൻസർ. അപ്പൊ ഇത് നിങ്ങളുടെ സൊല്യൂഷൻ. ഓപ്ഷനകത്തും ഇത് തന്നെയാണ്, PQ പ്ലസ് Q ക്യൂബ്. അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതും നിങ്ങളുടെ ഹോംവർക്ക് ആണ്. ഞാൻ വേഗം ഇതിന്റെ ഐഡിയ പറയാം. ഇഫ് ദ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 2 നമ്പേഴ്സ് വന്നിട്ടുണ്ട്, ഗ്രേറ്റസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് ബോത്ത് നമ്പേഴ്സ് വന്നിട്ടുണ്ട്, HCF വന്നിട്ടുണ്ട്, ഫസ്റ്റ് നമ്പർ വന്നിട്ടുണ്ട്, സെക്കൻഡ് നമ്പർ. ഇത് നിങ്ങൾ മൾട്ടിപ്പിൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ തരാം. ഓപ്ഷൻ 47 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 37 MTSന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 57, ഓപ്ഷൻ ഡി 33. ഞാൻ പറഞ്ഞു രണ്ട് നമ്പേഴ്സിന്റെ HCF 11 ആണെങ്കിൽ ആ രണ്ട് നമ്പറിലും എന്ത് കാണും? 11 കാണും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പർ ആയാലും ഫസ്റ്റ് നമ്പർ ആയാലും ഫസ്റ്റ് നമ്പർ 11ന്റെ മൾട്ടിപ്പിൾ, ആൻസർ എന്തായിരിക്കും? 11ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻ ഏതുണ്ട്? അങ്ങനെയുള്ള ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ഡി ഒന്നും എടുക്കാതെ പെൻ എടുക്കാതെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ 231 ഇൻറ്റു 11 ഈക്വൽ ടു 77 ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് ഇത് കണ്ടുപിടിക്കേണ്ടി വരും. ഇത് 7, 231 7 നിങ്ങൾക്ക് 33 തന്നെ ആൻസർ കിട്ടും. പക്ഷെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ സ്പീഡ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് പറയാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. CHSന് വേണ്ടി സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയിച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, അപ്ഡേറ്റ്സിനായിട്ട് ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് പെയ്ഡായിട്ട് ഇത്രയും ക്വാളിറ്റി കണ്ടന്റ് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്ത് യൂസ് ചെയ്ത് നിങ്ങളുടെ ജോലി ഉറപ്പാക്കി എന്ന് വെച്ചാൽ നന്നായിട്ട് പഠിച്ച് സെറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.